നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ പെരുമാറുന്ന പോലെ അല്ലല്ലോ. മറ്റൊരാൾ കൂടെയുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യും, ചിലപ്പോൾ മോശമാവും. ശരിയാണ്. നമ്മുടെ ഈ ചിന്തകള്, വികാരങ്ങള്, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിലൊക്കെ ഈ സമൂഹം എങ്ങനെയാണ് ഇടപെടുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഒരുപാട് പഴക്കമുണ്ട് അല്ലേ? മനുഷ്യൻ ചിന്തിച്ച കാലം മുതലേ കാണും. പക്ഷെ എപ്പോഴാണ് ഇതൊരു ഒരു ശാസ്ത്രമായി മാറിയത്? ഒരു പ്രത്യേക പഠനശാഖയായിട്ട്. അതെ, ഒരു കൂട്ടം ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, പെരുമാറുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ശാസ്ത്രീയമായി പഠിക്കാൻ തുടങ്ങിയത് എപ്പോഴും മുതലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ആധുനിക സോഷ്യൽ സൈക്കോളജി, സാമൂഹിക മനഃശാസ്ത്രം എങ്ങനെ ഒരു പ്രത്യേക പഠന മേഖലയായിട്ട് അതിൻ്റെ രൂപം കൊണ്ടു, അതിൻ്റെ ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. ശരി. ഏറ്റവും ആദ്യത്തെ ചില ചിന്തകൾ മുതൽ പിന്നെ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയ ആ കാലം വരെ നമുക്കൊന്ന് പോയി നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട ചില അക്കാഡമിക് ലേഖനങ്ങളും പിന്നെ ഗവേഷണ റിപ്പോർട്ടുകളുമൊക്കെയാണ്. ഓരോ കാലത്തെയും ചിന്തകളെയും കണ്ടെത്തലുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും ഈ സോഷ്യൽ സൈക്കോളജി എങ്ങനെ ഇന്നീ കാണുന്ന രൂപത്തിലായി, അതിലെ പ്രധാന സ്റ്റെപ്പുകൾ എന്തൊക്കെയായിരുന്നു, അന്നത്തെ ചില ആശയങ്ങൾക്കൊന്നും ഇന്നൊരു പ്രസക്തിയുണ്ടോ എന്നൊക്കെ ഒരു ഏകദേശ ധാരണ കിട്ടും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ സാമൂഹിക മനഃശാസ്ത്രം ഒരു പ്രത്യേക പഠനശാഖയായിട്ട് വരുന്നതിനു മുമ്പും ഈ മനുഷ്യന്റെ ഒരു സാമൂഹിക സ്വഭാവത്തെക്കുറിച്ച് പല ചിന്തകളും ഉണ്ടായിരുന്നല്ലോ, അല്ലേ? തീർച്ചയായും. തത്വചിന്തകരൊക്കെ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. പ്ലാറ്റോയും അരിസ്റ്റോട്ടിലുമൊക്കെ മനുഷ്യനൊരു സമൂഹ ജീവിയാണ്, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധമെന്താണ് എന്നൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കൂടുതൽ തത്വചിന്താപരമായ കാര്യങ്ങളായിരുന്നു, ശാസ്ത്രീയമായിരുന്നില്ല. അതെ, ഇന്നത്തെ പോലത്തെ ഒരു ശാസ്ത്രീയ പഠനത്തിന്റെ രീതി അതിനില്ലായിരുന്നു. ഈ ചിന്തകളെ ഒരു സയന്റിഫിക് ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ആരായിരുന്നു അതിന് പിന്നിൽ? പ്രധാനമായിട്ടും ജോൺ സ്റ്റുവർട്ട് മിൽ, അഗസ്തെ കോംറ്റെ തുടങ്ങിയ ചിന്തകർ. അവരാണ് പറഞ്ഞത്, ഈ മനുഷ്യന്റെ സാമൂഹിക ചിന്തകളും പെരുമാറ്റങ്ങളുമൊന്നും വെറുതെ ഊഹിച്ചു പറയേണ്ട കാര്യമല്ല. പ്രകൃതിശാസ്ത്രങ്ങളിലെ ഫിസിക്സും കെമിസ്ട്രിയുമൊക്കെ അതുപോലെ കൃത്യമായി നിരീക്ഷിക്കാനും പഠിക്കാനും പറ്റണം എന്നാണ് അവർ വാദിച്ചത്. അതായത് സാമൂഹിക കാര്യങ്ങൾക്കും ചില നിയമങ്ങളുണ്ട്. അതെ, അവരങ്ങനെ വിശ്വസിച്ചു. ഇത് സാമൂഹിക ശാസ്ത്രങ്ങൾക്ക് മൊത്തത്തിൽ ഒരു പുതിയ ദിശ നൽകി. അപ്പോ ഈ ഒരു ചിന്താതുരമായ ഇത്തറയിൽ നിന്നാണോ സോഷ്യൽ സൈക്കോളജി ഒരു പ്രത്യേക ബ്രാഞ്ചായിട്ട് വളരുന്നത്? അതിന് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി കിട്ടുന്നത് എപ്പോഴാണ്? കൃത്യമായി പറഞ്ഞാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിട്ടാണ് ആ മാറ്റം വരുന്നത്. അപ്പോഴേക്കും സൈക്കോളജി തന്നെ ഫിലോസഫിയിൽ നിന്നും മാറി ഒരു പരീക്ഷണശാസ്ത്രമായിട്ട് വളർന്നു തുടങ്ങിയിരുന്നു. ശരി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ സാമൂഹിക സാഹചര്യങ്ങൾ വ്യക്തിയുടെ മനസ്സിനെയും പെരുമാറ്റത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പഠനങ്ങളും കുറച്ചുകൂടി ആക്റ്റീവായി. 1908 ആ വർഷം ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. എന്താ അതിന്റെ പ്രത്യേകത? കാരണം അന്നാണ് സോഷ്യൽ സൈക്കോളജി എന്ന പേരിൽ തന്നെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വരുന്നത്. അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ ആദ്യകാല ചിന്തകളിൽ പ്രധാനപ്പെട്ട 2 എണ്ണം ഉണ്ടായിരുന്നല്ലോ. ഒന്ന് ജർമ്മനിയിലെ ജനങ്ങളുടെ മനഃശാസ്ത്രം, പിന്നെ ഫ്രാൻസിലെ കൂട്ടമനഃശാസ്ത്രം. അതെ, വീൽക്കർ സൈക്കോളജി, പിന്നെ മാസ് സൈക്കോളജി. ഇവ രണ്ടും ഏതാണ്ട് ഒരേ സമയത്താണ് വരുന്നു, അല്ലേ? ഇവ തമ്മിൽ എന്തെങ്കിലും സാമ്യം അതോ വ്യത്യാസമാണോ കൂടുതൽ? രണ്ടിനും അതിൻ്റെതായ സ്വഭാവമുണ്ട്. നമുക്കാദ്യം ജർമ്മനിയിൽ വന്ന ഈ വോൾക്കർ സൈക്കോളജി, അതായത് ജനങ്ങളുടെ മനഃശാസ്ത്രം നോക്കാം. ശരി. വിൽഹം വുണ്ട്, അദ്ദേഹമാണ് ഇതിലെ പ്രധാന ആള്. നമ്മൾ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ പറയുന്ന വുണ്ട് തന്നെ. അതെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സിന്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഉയർന്ന ചിന്തകൾ, ഭാഷ പോലെയുള്ള കാര്യങ്ങൾ, അതൊന്നും വെറും ലാബ് പരീക്ഷണം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് ആ സാമൂഹികവും സാംസ്കാരികവുമായ ഒരു പശ്ചാത്തലം കൂടി നോക്കണം എന്ന് വുണ്ട് വാദിച്ചു. അപ്പോ എന്തായിരുന്നു ഈ ജനങ്ങളുടെ മനഃശാസ്ത്രത്തിന്റെ പ്രധാന ആശയം? വ്യക്തിയായിരുന്നോ ഫോക്കസ്? അല്ല, അവിടെയാണ് ഒരു പ്രധാന വ്യത്യാസം. ഈ ചിന്ത അനുസരിച്ച് ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ കൂട്ടായ മനസ്സ് അല്ലെങ്കിൽ ഒരു പൊതുവായ ആത്മാവാണ്. അതെന്താണ് ഈ കൂട്ടായ മനസ്സ്? അതായത് വ്യക്തിയുടെ ബോധം എന്ന് പറയുന്നത് ഈ വലിയൊരു ജനകീയ മനസ്സിന്റെ ഒരു പ്രകടനം മാത്രമാണ്. അതുകൊണ്ട് അവർ പഠിച്ചത് വ്യക്തിയുടെ ചിന്തയല്ല. പിന്നെയോ? ഒരു സമൂഹത്തിന്റെ ഭാഷ, അവരുടെ മിത്തുകൾ, ആചാരങ്ങൾ, കല, മതം, അങ്ങനെയുള്ള സാംസ്കാരികമായ കാര്യങ്ങൾ.
ഇതിലൂടെ ആ സമൂഹത്തിന്റെ പൊതുവായ മനസ്സ് മനസ്സിലാക്കാം എന്നവർ കരുതി. ഇത് കേൾക്കുമ്പോൾ കുറച്ച് പ്രായോഗികമായി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പോലെ തോന്നുന്നു. ഇതിന് വിമർശനങ്ങളൊന്നും ഉണ്ടായില്ലേ? ഉണ്ടായി. പ്രധാനമായും റഷ്യൻ സൈക്കോളജിസ്റ്റായ ലെവ് വൈഗോട്സ്കി ഇതിനെ നന്നായി വിമർശിച്ചു. ഓക്കെ, വൈഗോട്സ്കി. അദ്ദേഹം പറഞ്ഞത് രസകരമായൊരു താരതമ്യമാണ്. ഈ ഭാഷ, മിത്തുകൾ എന്നൊക്കെ പറയുന്ന പഠിക്കാൻ എളുപ്പമുള്ള ക്രിസ്റ്റലുകളെ പഠിച്ചിട്ട് കാര്യമില്ല. അവ എങ്ങനെയുണ്ടായി, ഏത് സാമൂഹിക സാഹചര്യത്തിലാണ് അവ രൂപപ്പെട്ടത്, ആ ലായനി, സൊല്യൂഷൻ, അതാണ് പഠിക്കേണ്ടതെന്ന് വൈഗോട്സ്കി പറഞ്ഞു. കൊള്ളാം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വ്യക്തിയുടെ ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഓർമ്മ, ശ്രദ്ധ, ചിന്ത, ഇതൊന്നും ഒരാള് തനിയെ ഉണ്ടാക്കുന്നതല്ല. അല്ലേ? സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് അതൊക്കെ വികസിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിയുടെ മനസ്സ് തന്നെ അടിസ്ഥാനപരമായി സാമൂഹികമാണ്. അതാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു കൂട്ടായ മനസ്സ് എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളല്ല. ഓക്കെ, അപ്പോൾ വൈഗോട്സ്കി പറഞ്ഞത് വ്യക്തിയുടെ മാനസിക വളർച്ച തന്നെ സാമൂഹികമാണെന്നാണ്. ശരി. ഇനി ഫ്രാൻസിൽ വന്ന ആ കൂട്ടമനഃശാസ്ത്രം, മാസ് സൈക്കോളജി, അതെന്തായിരുന്നു? അതും ഈ ജനകീയ മനസ്സ് പോലെ ഒന്നായിരുന്നു? ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പക്ഷെ ഇവിടെയും വ്യക്തിയുടെ യുക്തിക്കപ്പുറമുള്ള ചില ശക്തികൾ സാമൂഹിക പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു എന്നൊരു ചിന്തയുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ ഒരു രണ്ടാം പകുതിയിലാണ് ഇത് ഫ്രാൻസിൽ പോപ്പുലർ ആകുന്നത്. ആരൊക്കെയായിരുന്നു ഇതിന് പിന്നിൽ? പ്രധാനമായും CPU സിഗിലെ, ഒരു ഇറ്റാലിയൻ നിയമജ്ഞൻ, പിന്നെ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ഗുസ്താവ് ലെബോൺ. ഇവര് ഗബ്രിയേൽ ടാർഡയുടെ അനുകരണത്തെക്കുറിച്ചുള്ള ആശയങ്ങളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. ലെബോണിന്റെ ആ കൂട്ടം എന്ന ആശയം അത് വളരെ ഫേമസ് ആണല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം? ലെബോൺ പറഞ്ഞത്, കുറെ ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു വെറും ആൾക്കൂട്ടമല്ല, അതൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മാറും. എങ്ങനെയുള്ള അവസ്ഥ? ആ കൂട്ടത്തില് വ്യക്തിക്ക് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടും. ഡീപേഴ്സണലൈസേഷൻ എന്നു പറയും. ആളുകൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിക്കുന്ന പോലെയല്ല അപ്പോ ചിന്തിക്കുക. വികാരങ്ങൾ, ഇമോഷൻസ്, അത് ബുദ്ധിയേക്കാൾ മുകളിലാവും. ശരി. പിന്നെ വ്യക്തിപരമായ ഉത്തരവാദിത്വബോധം, അതും കുറയും. അതുകൊണ്ടുതന്നെ ആൾക്കൂട്ടങ്ങൾ പലപ്പോഴും യുക്തിയില്ലാതെ വികാരപരമായിട്ടായിരിക്കും പെരുമാറുക. അനുകരണത്തിനും പ്രാധാന്യം കൊടുത്തില്ലേ? കൊടുത്തു. അനുകരണം, പിന്നെ മറ്റുള്ളവർ പറയുന്ന നിർദ്ദേശങ്ങൾ, സജഷൻ, പെട്ടെന്ന് സ്വീകരിക്കാനുള്ളൊരു ടെൻഡൻസി, ഇതൊക്കെ ആൾക്കൂട്ടത്തിൽ കൂടുമെന്നും ലെബോൺ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അന്നത്തെ യൂറോപ്പിലെ ഒരു സാമൂഹിക സാഹചര്യം മനസ്സിൽ വരുന്നുണ്ട്. ഈ വ്യവസായ വിപ്ലവം, നഗരങ്ങളിലേക്ക് ആളുകൾ കൂടുന്നത്, തൊഴിലാളി സമരങ്ങൾ, ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നിരിക്കണം, അല്ലേ? അതെ, വളരെ ശരിയാണ്. ആ സാമൂഹിക മാറ്റങ്ങൾ ഇത്തരം ചിന്തകൾക്ക് വളരാൻ നല്ലൊരു പശ്ചാത്തലമൊരുക്കി. പെട്ടെന്നുണ്ടാവുന്ന ജനക്കൂട്ടം, അവരുടെ പ്രക്ഷോഭങ്ങൾ, ഇതിനെയൊക്കെ വിശദീകരിക്കാൻ ലെബോണിന്റെ തിയറിക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു. പക്ഷേ അക്കാഡമിക് സൈക്കോളജിയിൽ ഇതിന് വലിയ സ്ഥാനമുണ്ടായില്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല. ഈ ജനങ്ങളുടെ മനഃശാസ്ത്രം പോലെ തന്നെ ഇതും മുഖ്യധാര അക്കാഡമിക് സൈക്കോളജിയുടെ ഭാഗമായില്ല. ഇതിലെ ചില ആശയങ്ങൾ പിന്നീട് ചില ഏകാധിപതികളൊക്കെ അവരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് ഉപയോഗിച്ചു എന്നത് വേറെ കാര്യം. പക്ഷേ സോഷ്യൽ സൈക്കോളജിയുടെ ശാസ്ത്രീയമായ വളർച്ചയ്ക്ക് ഇത് വലിയ സംഭാവന നൽകിയില്ല. അപ്പൊ ഈ രണ്ട് ആദ്യകാല ചിന്തകളും ഒരർത്ഥത്തിൽ വ്യക്തിയേക്കാൾ സമൂഹത്തിന്റെ ഒരു പൊതുമനസ്സിനോ അല്ലെങ്കിൽ യുക്തിക്കതീതമായ ചില കൂട്ടായ പെരുമാറ്റങ്ങൾക്കോ ആണ് ഊന്നൽ കൊടുത്തത്. ഇതിൽ നിന്ന് ഒരു മാറ്റം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 1908 പുസ്തകങ്ങളോടെയാണോ? അതെ, 1908 ഒരു ടേണിംഗ് പോയിന്റാണ്. ആ വർഷം സോഷ്യൽ സൈക്കോളജി എന്ന ടൈറ്റിലിൽ തന്നെ 2 പ്രധാന പുസ്തകങ്ങൾ വന്നു. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന്, ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് വില്യം മെക്ടൂഗൽ എഴുതിയ ആൻ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. മറ്റൊന്ന്, അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് എഡ്വേർഡ് എ റോസ് എഴുതിയ സോഷ്യൽ സൈക്കോളജി. ഒരേ വർഷം ഒരേ പേരിൽ, അല്ലേ? അതെ. രസകരമായ കാര്യം, 2 പേരും ഏതാണ്ട് ഒരേ സമയം ഒരേ വിഷയത്തിൽ പുസ്തകമെഴുതി. പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു. അതിനു മുൻപ് ഈ വിഷയത്തിൽ കാര്യമായ പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? പൂർണ്ണമായും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. 1897 ജെയിംസ് മാർക്ക് ബാൽഡ്വിൻ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, ബാൾഡ്വിൻ, അതെ, അദ്ദേഹം സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ മെന്റൽ ഡെവലപ്മെന്റ് എന്നൊരു പുസ്തകം എഴുതിയിരുന്നു. കുട്ടികളുടെ മാനസിക വികാസത്തിൽ ഈ സാമൂഹിക ഘടകങ്ങൾക്ക് എന്ത് പങ്കുണ്ട് എന്ന് വിശദീകരിക്കുന്ന
വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അത്. അതും ഈ ഫീൽഡിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വർക്കുകളിൽ ഒന്നായി കണക്കാക്കാറുണ്ട്. ശരി. അപ്പോ 1908 മക്ഡോഗളും റോസും അവരുടെ വ്യത്യാസങ്ങൾ അതെന്തായിരുന്നു? ഇതൊരു പ്രധാന പോയിന്റാണ്. കാരണം ഇവിടുന്നാണ് സോഷ്യൽ സൈക്കോളജിയിലെ ചില അടിസ്ഥാനപരമായ തർക്കങ്ങൾ വരുന്നതല്ലേ? തീർച്ചയായും. നമുക്ക് റോസിനെ ആദ്യം നോക്കാം. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണല്ലോ. അതെ. അപ്പോ അദ്ദേഹം ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ പലപ്പോഴും ഒരേപോലെ ചിന്തിക്കുന്നത്, ഒരേപോലെ വിശ്വസിക്കുന്നത്, ഒരേപോലെ പ്രവർത്തിക്കുന്നത്? ഇതിനെ അദ്ദേഹം യൂണിഫോമിറ്റീസ് എന്ന് വിളിച്ചു. അതിനെന്താ കാരണം? റോസ് പറഞ്ഞത് അതിന്റെ കാരണം അനുകരണം, നിർദ്ദേശം എന്നിവയാണ്. ആളുകൾ മറ്റുള്ളവരെ കണ്ടു പഠിക്കുന്നു, മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു. അങ്ങനെയാണ് സമൂഹത്തിലൊരു ഐക്യം വരുന്നത്. ഓക്കെ. അപ്പോ മക്ഡൂഗലിന്റെ സമീപനം എന്തായിരുന്നു? അദ്ദേഹം സൈക്കോളജിസ്റ്റ് അല്ലേ? അതെ. മക്ഡൂഗൽ കൂടുതൽ ശ്രദ്ധിച്ചത് വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളിലാണ്, ജൈവപരമായ ഘടകങ്ങൾ. അദ്ദേഹം വാദിച്ചത് എല്ലാ സാമൂഹിക പെരുമാറ്റത്തിന്റെയും അടിത്തറ ജന്മസിദ്ധമായ വാസനകളാണ്, ഇൻസ്റ്റിങ്ക്ട്സ് ആണ് എന്നായിരുന്നു. ഇൻസ്റ്റിങ്ക്ട്സ്? അതെ. സ്നേഹം, ദേഷ്യം, പേടി ഇങ്ങനെയുള്ള അടിസ്ഥാന വികാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഇൻസ്റ്റിങ്ക്ട്സ് പ്രവർത്തിക്കുന്നത്. റോസ് പറഞ്ഞ ഈ അനുകരണവും നിർദ്ദേശവും ഒക്കെ പോലും ഈ ഇൻസ്റ്റിങ്ക്ട്സിൽ നിന്ന് വരുന്നതാണെന്നാണ് മക്ഡൂഗൽ പറഞ്ഞത്. അതെങ്ങനെ? ഉദാഹരണത്തിന്, അനുകരണം എന്നത് അതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, അതൊരു ജന്മവാസനയാണ്. മറ്റൊരാളൊരു നിർദ്ദേശം തരുമ്പോൾ നമ്മളത് സ്വീകരിക്കുന്നത് സമൂഹത്തിൽ നമ്മളെക്കാൾ മുകളിലുള്ളവരോട് ഒരു വിധേയത്വം കാണിക്കാനുള്ള ഒരു ജന്മവാസന, ഇൻസ്റ്റിങ്ക്ട് ടു സബ്മിറ്റ് ഉള്ളതുകൊണ്ടാണെന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. അപ്പോ അന്നത്തെ പ്രധാന ചർച്ച ഇതായിരുന്നു: മനുഷ്യന്റെ സാമൂഹിക സ്വഭാവം ജന്മനാ ഉള്ളതാണോ അതോ സാമൂഹികമായി പഠിക്കുന്നതാണോ? അതെ, ആ ഒരു വലിയ ചോദ്യം അവിടെ വന്നു. നേച്ചർ വേഴ്സസ് നേച്ചർ എന്നൊക്കെ നമ്മൾ ഇന്നും പറയുന്ന ആ തർക്കം. അതിന്റെ ഒരു തുടക്കം ഇവിടെ കാണാമല്ലേ? തീർച്ചയായും. സോഷ്യൽ സൈക്കോളജിയിലെ ഒരു എവർഗ്രീൻ ചോദ്യമാണത്. മാക്ഡൂഗലിന്റെ ആ ഇൻസ്റ്റിങ്ക്ട് തിയറിയൊക്കെ പിന്നീട് ഒരുപാട് വിമർശിക്കപ്പെട്ടു. പക്ഷേ സാമൂഹിക പെരുമാറ്റത്തിൽ ഈ ജൈവപരമായ ഘടകങ്ങൾക്ക് ഒരു പങ്കുണ്ട് എന്നത് ഇന്നും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ശരിയാണ്. ഓക്കെ. അപ്പോ സിദ്ധാന്തങ്ങളും വാദങ്ങളൊക്കെ നടക്കുന്നു. ഇതിൽ നിന്നൊക്കെ മാറി എപ്പോഴാണ് സോഷ്യൽ സൈക്കോളജി ഈ കടലാസിലെ തിയറികളിൽ നിന്ന് മാറി ലാബിലെ പരീക്ഷണങ്ങളിലേക്ക് വരുന്നത്? അതാണ് അടുത്ത പ്രധാന ഘട്ടം. കാരണം ഒരു ശാസ്ത്രമാവണമെങ്കിൽ അതിനൊരു രീതിശാസ്ത്രം വേണമല്ലോ. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവാൻ തുടങ്ങിയെന്ന് പറയാമല്ലേ? ശരിയാണ്. ഈ തിയറിയൊക്കെ കൊള്ളാം. പക്ഷെ ഇതൊക്കെ നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ, കൺട്രോൾഡ് കണ്ടീഷൻസിൽ നമുക്ക് അളക്കാനും നിരീക്ഷിക്കാനും പറ്റുമോ എന്ന ചോദ്യം വന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം, ഈ പരീക്ഷണ രീതിക്ക്, എക്സ്പെരിമെന്റൽ മെത്തേഡിന് കൂടുതൽ പ്രാധാന്യം കിട്ടിത്തുടങ്ങി. പക്ഷെ ഈ ഫീൽഡിലെ ഏറ്റവും ആദ്യത്തെ പരീക്ഷണം എന്ന് പറയാവുന്നത് 1897 നടന്നത്. 1897 തന്നെയോ? അതാരാണ് നടത്തിയത്? എന്തായിരുന്നു അത്? നോർമൻ ട്രിപ്ലറ്റ് എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. അദ്ദേഹം സൈക്കിൾ റേസിംഗ് താരങ്ങളെ ശ്രദ്ധിച്ചു. എന്നിട്ടോ? ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ അവർ മറ്റുള്ളവരുമായി മത്സരിക്കുമ്പോൾ സൈക്കിൾ ഓടിക്കുന്നു എന്ന് കണ്ടു. ഇതിനെ അദ്ദേഹം പേസ് മേക്കിങ്ങിന്റെ ഡൈനാമോജനിക് ഇഫക്റ്റുകൾ എന്ന് വിളിച്ചു. അതായത് മറ്റൊരാളുടെ സാന്നിധ്യം, പ്രസൻസ് ഓഫ് അതേഴ്സ്, നമ്മുടെ ഒരു ഊർജം കൂട്ടുന്നു, പ്രകടനത്തെ സ്വാധീനിക്കുന്നു. അദ്ദേഹം പിന്നീട് കുട്ടികളിൽ ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് നടത്തി ഇതൊന്നുകൂടി ഉറപ്പിക്കാൻ നോക്കി. ഒരു നൂലിൽ ചൂണ്ട കെട്ടുന്ന ഒരു ലളിതമായ പണിയാണ് കൊടുത്തത്. അത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും വേറൊരു കുട്ടി അടുത്തിരുന്ന് അത് തന്നെ ചെയ്യുമ്പോഴുമുള്ള വേഗത നോക്കി. അപ്പോ കണ്ടത് കൂടെ വേറൊരാൾ ഉണ്ടെങ്കിൽ പ്രകടനം മെച്ചപ്പെടുന്നു എന്നാണ്. ഇതാണ് സോഷ്യൽ സൈക്കോളജിയിലെ ആദ്യത്തെ പരീക്ഷണമെന്ന് പൊതുവെ പറയാറ്. ഇത് കൊള്ളാലോ. നമ്മൾ ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടുന്നതിനേക്കാൾ സ്പീഡ് കൂടും കൂടെ ആളുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ജിമ്മിൽ പോയാൽ തന്നെ കൂട്ടുകാർ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉത്സാഹങ്ങൾ ചെയ്യും എന്നൊക്കെ പറയില്ലേ, അതുപോലെ? ഒരു തരത്തിൽ അതെ. ഇതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ പഠനങ്ങൾ വന്നു. യൂറോപ്പിൽ വാൾട്ടർ മോഡെ എന്നൊരാളും അമേരിക്കയിൽ ഫ്ലോയ്ഡ് ഓൾപോർട്ടും ഈ പരീക്ഷണങ്ങൾ തുടർന്നു. ഇതിൽ ഓൾപോർട്ടിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായിരുന്നു ഓൾപോർട്ടിന്റെ പ്രത്യേകത? ഓൾപോർട്ട് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. അദ്ദേഹം ഒരു ജോലി തനിച്ച് ചെയ്യുമ്പോഴുള്ള പെർഫോമൻസും അതേ ജോലി വെറുതെ അടുത്തിരിക്കുമ്പോൾ മിയർ പ്രസൻസ് ചെയ്യുമ്പോഴുള്ള പെർഫോമൻസും പിന്നെ അതേ ജോലി ചെയ്യുന്ന മറ്റൊരാളോടൊപ്പം കോ ആക്ഷൻ
ചെയ്യുമ്പോഴുള്ള പെർഫോമൻസും തമ്മിൽ താരതമ്യം ചെയ്തു. ട്രിപ്ലറ്റിന്റെ കണ്ടെത്തൽ ശരിയായിരുന്നോ? അതെ, ട്രിപ്ലറ്റ് പറഞ്ഞതുപോലെ പലപ്പോഴും മറ്റൊരാളുടെ സാന്നിധ്യം പ്രകടനം മെച്ചപ്പെടുത്തുന്നുവെന്ന് ഓൾപോർട്ടും കണ്ടെത്തി. ഇതിനെയാണ് പിന്നീട് സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്റ്റ് എന്ന് വിളിച്ചത്. സോഷ്യൽ ഫെസിലിറ്റേഷൻ ഉണ്ട് എന്നും പിന്നീട് മനസ്സിലായി. അത് ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം പോലെയുള്ള പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഓൾപോർട്ട് എന്തുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തത്? ഓൾപോർട്ടിന് മക്ഡുഗളിന്റെ ആ ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയോടോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് മൈൻഡ് എന്നൊക്കെയുള്ള ആശയങ്ങളോടോ വലിയ യോജിപ്പിലായിരുന്നു. ഓക്കെ. സോഷ്യൽ സൈക്കോളജി പഠിക്കേണ്ടത് വ്യക്തിയുടെ പെരുമാറ്റമാണ്, അതും പരീക്ഷണങ്ങളിലൂടെ വേണം പഠിക്കാനെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. 1924 ഓൾപോർട്ട് എഴുതിയ സോഷ്യൽ സൈക്കോളജി എന്ന പുസ്തകം ഈ പരീക്ഷണ രീതിക്ക് ഒരു അടിത്തറയിട്ടു. അപ്പോൾ അദ്ദേഹം ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുത്തില്ലേ? അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ സൈക്കോളജി എന്നത് വ്യക്തികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് കുറേ വ്യക്തികൾ ചേർന്നത് മാത്രമാണ്. അതിനപ്പുറം ഒരു ഗ്രൂപ്പ് മൈൻഡ് ഒന്നുമില്ല. ഇത് ഈ പരീക്ഷണ രീതിയുള്ള സോഷ്യൽ സൈക്കോളജിയുടെ വളർച്ചയ്ക്ക് വലിയൊരു പ്രോത്സാഹനമായി. അപ്പോൾ ഓൾപോർട്ടോടുകൂടി സോഷ്യൽ സൈക്കോളജി കുറച്ചുകൂടിയൊരു പരീക്ഷണാത്മക ശാസ്ത്രമായി മാറാൻ തുടങ്ങി. പക്ഷെ ഗ്രൂപ്പുകൾക്കൊരു പ്രാധാന്യമില്ലേ? ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ലീഡർഷിപ്പ്, ഇതിനൊക്കെ പ്രാധാന്യം വരുന്നത് എപ്പോഴാണ്? നല്ല ചോദ്യം. ഓൾപോർട്ട് വ്യക്തിയിൽ ഫോക്കസ് ചെയ്തപ്പോൾ ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള പഠനം ശരിക്കും കുറച്ചൊന്ന് പിന്നോട്ട് പോയി. അവിടെയാണ് കോട്ട് ലെവൻ എന്ന ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റിന്റെ എൻട്രി. സോഷ്യൽ സൈക്കോളജിയുടെ ചരിത്രത്തിലെ ഒരു അതികായനാണ് ലെവിൻ. 1930കളിലും 40കളിലുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകൾ. ലെവിനെ പ്രായോഗിക സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ പിതാവെന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ രീതി? ലെവിന്റെ ഏറ്റവും വലിയൊരു സംഭാവന ഈ യഥാർത്ഥ ലോകത്തിലെ സാമൂഹിക പ്രശ്നങ്ങളില്ലേ? ഉദാഹരണത്തിന് മുൻവിധികൾ, ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആളുകളുടെ ഭക്ഷണശീലം മാറ്റുന്നത്. ഇതൊക്കെ നമുക്ക് ലാബില് പരീക്ഷണങ്ങളിലൂടെ പഠിക്കാൻ പറ്റും എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. വെറുതെ തിയറി ഉണ്ടാക്കിയാൽ പോരാ, ആ തിയറി വെച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നും അദ്ദേഹം വിശ്വസിച്ചു. നത്തിങ് ഇസ് ആസ് പ്രാക്ടിക്കൽ ആസ് എ ഗുഡ് തിയറി എന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വാചകമാണ്. ഓൾപോർട്ടിൽ നിന്ന് ലെവിൻ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്? ഓൾപോർട്ട് വ്യക്തിയുടെ പെരുമാറ്റത്തിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ ലെവിൻ ഊന്നൽ കൊടുത്തത് വ്യക്തിയും അയാളുടെ സാമൂഹിക ചുറ്റുപാടും തമ്മിലുള്ള ഒരു പരസ്പര ആശ്രിതത്വത്തിനാണ്, ഇന്റർഡിപെൻഡൻസ്. അതായത് ഒരാൾ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, അയാളുടെ ആ ഒരു സബ്ജക്റ്റീവ് പെർസെപ്ഷൻ, അതാണ് അയാളുടെ പെരുമാറ്റത്തെ തീരുമാനിക്കുന്നത് എന്ന് ലെവിൻ പറഞ്ഞു. ഇതിനെ അദ്ദേഹം ലൈഫ് സ്പേസ് എന്നൊക്കെ വിളിച്ചു. ഗ്രൂപ്പുകളെക്കുറിച്ച് അദ്ദേഹം എന്തു പറഞ്ഞു? ഗ്രൂപ്പുകൾ വെറും കുറെ വ്യക്തികൾ ചേർന്നതല്ല, അതിന് അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ട്, ഒരു ഡൈനാമിക്സ് ഉണ്ട് എന്ന് ലെവിൻ വാദിച്ചു. അദ്ദേഹം ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നൊരു പഠന മേഖലയ്ക്ക് തന്നെ തുടക്കമിട്ടു. അദ്ദേഹം ഒരു ഗവേഷണ കേന്ദ്രം തുടങ്ങിയെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതെ, 1945 അദ്ദേഹം MITയിൽ സ്ഥാപിച്ച റിസർച്ച് സെന്റർ ഫോർ ഗ്രൂപ്പ് ഡൈനാമിക്സ്. അത് ഈ ഗ്രൂപ്പ് സ്റ്റഡീസിന് വലിയൊരു ഉത്തേജനമായി. ലെവിന്റെ വർക്കുകൾ അത് സോഷ്യൽ സൈക്കോളജിയെ തിയറിയിലും പ്രാക്ടീസിലും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പിന്നീട് വലിയ ആളുകളായി. അപ്പോൾ ഏതാണ്ട് 1940 മുതൽ 60 വരെയുള്ള കാലഘട്ടം സോഷ്യൽ സൈക്കോളജി അതിന്റെ യൗവനത്തിലേക്ക് കടന്നു എന്ന് പറയാമല്ലേ? എന്തൊക്കെയായിരുന്നു ഈ സമയത്ത് പ്രധാനമായിട്ടും പഠിച്ചത്? തീർച്ചയായും ഇതൊരു വികാസത്തിന്റെ കാലഘട്ടമായിരുന്നു. ഗ്രൂപ്പുകൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഗ്രൂപ്പ് മെമ്പർഷിപ്പ് നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ മാറ്റുന്നു, നമ്മുടെ വ്യക്തിത്വവും സാമൂഹിക പെരുമാറ്റവും തമ്മിലുള്ള ബന്ധം, നമ്മുടെ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ മാറുന്നു, മുൻവിധികൾ, പ്രിജുഡിസ്, എങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പഠനങ്ങൾ വന്നു. ഏതെങ്കിലും പ്രധാനപ്പെട്ട തിയറി ഈ സമയത്ത് വന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഫേമസ് ആയ, ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു തിയറിയാണ് ലെവിന്റെ ശിഷ്യൻ ലിയോൺ ഫെസ്റ്റിംഗർ 1957 കൊണ്ടുവന്ന കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറി. കോഗ്നിറ്റീവ് ഡിസനൻസ്, അത് കേട്ടിട്ടുണ്ട്. എന്താണത്? ലളിതമായി പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ മനസ്സിൽ പരസ്പരം ചേരാത്ത രണ്ട് ചിന്തകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു മാനസിക അസ്വസ്ഥത തോന്നും, ഒരു ഡിസ്കംഫർട്ട്. അതാണ് കോഗ്നിറ്റീവ് ഡിസനൻസ്. ഒരു ഉദാഹരണം പറയാമോ? അതൊരു ചിന്ത, പക്ഷെ നമ്മൾ പുകവലിക്കുന്നു. അതൊരു പ്രവൃത്തി അല്ലെങ്കിൽ മറ്റൊരു ചിന്ത.
ശരിയാണ്. ഇത് രണ്ടും തമ്മിലൊരു ചേർച്ചയില്ലായ്മയുണ്ടല്ലേ? ഉം. ഈ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ ഒന്നെങ്കിൽ പുകവലി നിർത്താൻ നോക്കും, അല്ലെങ്കിൽ പുകവലി കൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കും. ഓക്കെ മനസ്സിലായി. ഈ തിയറി സോഷ്യൽ സൈക്കോളജിയിൽ ഒരുപാട് ഗവേഷണങ്ങൾക്ക് തുടക്കമിട്ടു. ഈ കാലഘട്ടത്തോടെ ഒരു കാര്യം വ്യക്തമായി: മനുഷ്യന്റെ പെരുമാറ്റം വെറും ഇൻസ്റ്റിങ്സ് കൊണ്ടോ അല്ലെങ്കിൽ പുറമേയുള്ള സാഹചര്യങ്ങൾ കൊണ്ടോ മാത്രമല്ല തീരുമാനിക്കപ്പെടുന്നത്. അവന്റെ ചിന്തകൾക്ക്, കോഗ്നിഷൻസിന്, അവന്റെ ലക്ഷ്യങ്ങൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട് എന്നൊരു കാഴ്ചപ്പാട് വന്നു. അപ്പോ പരീക്ഷണങ്ങൾ കൂടുന്നു, പുതിയ കണ്ടെത്തലുകൾ വരുന്നു. ഇതിനെയൊക്കെ വിശദീകരിക്കാൻ വലിയ തിയറികൾ വേണമല്ലോ. അവിടെയാണോ ഈ മിഡിൽ റേഞ്ച് തിയറികൾ വരുന്നത്? അതെ, ഈ പരീക്ഷണങ്ങളൊക്കെ കൂടിയപ്പോ എല്ലാത്തിനെയും വിശദീകരിക്കുന്ന ഒരൊറ്റ വലിയ തിയറി, ഒരു ഗ്രാൻഡ് തിയറി ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. അവിടെയാണ് റോബർട്ട് മെർട്ടൺ എന്ന സോഷ്യോളജിസ്റ്റ് കൊണ്ടുവന്ന മിഡിൽ റേഞ്ച് തിയറി എന്ന ആശയം പ്രസക്തമാവുന്നത്. എന്താണ് ഈ മിഡിൽ റേഞ്ച് തിയറികളുടെ പ്രത്യേകത? ഇവ വലിയ തിയറികളെ പോലെ അത്ര ആബ്സ്ട്രാക്റ്റ് അല്ല, എന്നാൽ വെറും ഡാറ്റ കളക്ഷൻ മാത്രവുമല്ല. ഇവ സാമൂഹിക ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക വശം, ഒരു സ്പെസിഫിക് ആസ്പെക്ട്, അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി ഒരു മിഡിൽ റേഞ്ച് തിയറിയാണ്. അതുപോലെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി, അതായത് ലക്ഷ്യം തടസ്സപ്പെടുമ്പോൾ ദേഷ്യം വരും എന്നത്, മനോഭാവമാറ്റങ്ങളെക്കുറിച്ചുള്ള തിയറികൾ, സഹകരണം, മത്സരം, ഇവയെക്കുറിച്ചുള്ള തിയറികൾ, ഇതൊക്കെ മിഡിൽ റേഞ്ച് തിയറികളാണ്. അപ്പോ ഇവ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആണല്ലേ? അതെ, ഇവയ്ക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ട്, പരീക്ഷണങ്ങളിലൂടെ ടെസ്റ്റ് ചെയ്യാനും എളുപ്പമാണ്. ഈ മിഡിൽ റേഞ്ച് തിയറികൾ ഏതെങ്കിലും പ്രത്യേക സൈക്കോളജിക്കൽ സ്കൂളുമായി ബന്ധപ്പെട്ടാണോ വന്നത്? ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, അങ്ങനെ? പ്രധാനമായും 4 ചിന്താധാരകളുടെ സ്വാധീനം ഈ മിഡിൽ റേഞ്ച് തിയറികളിൽ കാണാം. ഒന്ന് ബിഹേവിയറിസം, പഠനത്തിനും ചുറ്റുപാടിന്റെ സ്വാധീനത്തിനും പ്രാധാന്യം കൊടുക്കുന്നത്. 2 സൈക്കോ അനാലിസിസ്, അബോധ മനസ്സിലെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. 3 കോഗ്നിറ്റിവിസം, ചിന്ത, ഓർമ്മ പോലെയുള്ള മാനസിക പ്രക്രിയകൾക്ക് ഊന്നൽ നൽകുന്നത്. പിന്നെ 4ാമതായി ഇന്ററാക്ഷനിസം. ഇത് സോഷ്യോളജിയുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നു. സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. ഈ ഓരോ ധാരയിൽ നിന്നും സോഷ്യൽ സൈക്കോളജിക്ക് തിയറികളും ആശയങ്ങളും കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. അപ്പോ നമ്മൾ ഈ പറഞ്ഞ ചരിത്രം ഒന്ന് ഒഴിച്ചു നോക്കിയാൽ തത്വശാസ്ത്രത്തിൽ നിന്ന് തുടങ്ങി, അതെ, പിന്നെ വുണ്ടിന്റെ ജനകീയ മനഃശാസ്ത്രം, ലെബോണിന്റെ കൂട്ടമനഃശാസ്ത്രം ഒക്കെ വന്നു. അതൊരു ആദ്യഘട്ടം. ശരിയാണ്. പക്ഷെ അതത്ര ശാസ്ത്രീയമായില്ല. പിന്നെ 1908 മെക്ഡൂഗലും റോസും പുസ്തകങ്ങൾ എഴുതി. അതൊരു ഔദ്യോഗിക തുടക്കം പോലെയായി. അവിടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണോ അതോ സോഷ്യൽ ഫാക്ടേഴ്സ് ആണോ പ്രധാനം എന്ന ചർച്ച വന്നു. അതെ, അതായിരുന്നു ആദ്യ വർഷങ്ങൾ, ദ ഏർലി ഇയേഴ്സ്. പിന്നെയാണ് പരീക്ഷണങ്ങൾ വരുന്നത്. ട്രിപ്ലറ്റ് തുടങ്ങിവെച്ചു. ട്രിപ്ലറ്റ്, മോഡേ, പിന്നെ പ്രധാനമായിട്ടും ഓൾപോർട്ട്. ഓൾപോർട്ട് ശരിക്കും പരീക്ഷണങ്ങൾക്കൊരു അടിത്തറയിട്ടു. സോഷ്യൽ ഫെസിലിറ്റേഷൻ ഒക്കെ കണ്ടെത്തി. അതൊരു യൗവനകാലം, ദ യൂത്ത് എന്ന് പറയാം. പിന്നെ ലെവിൻ വന്നു. ലെവിൻ ഗ്രൂപ്പ് ഡൈനാമിക്സ് കൊണ്ടുവന്നു. പ്രായോഗിക പ്രശ്നങ്ങൾ പഠിക്കാമെന്ന് കാണിച്ചു. വ്യക്തിയുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തു. അതോടെ സോഷ്യൽ സൈക്കോളജി ശരിക്കും വികസിച്ചു. എക്സ്പാൻഷൻ, ഫെസ്റ്റിംഗറുടെ കോഗ്നിറ്റീവ് ഡിസോണൻസ് ഒക്കെ ആ സമയത്താണ് വരുന്നത്. മിഡിൽ റേഞ്ച് തിയറികൾ ഇതിനൊക്കെ ഒരു സൈദ്ധാന്തിക പിൻബലം കൊടുത്തു. കൃത്യമായി. അങ്ങനെ പടിപടിയായിട്ടാണ് സോഷ്യൽ സൈക്കോളജി ഇന്നീ കാണുന്ന രൂപത്തിലെത്തിയത്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ സംസാരത്തിൽ നിന്ന് സോഷ്യൽ സൈക്കോളജി എങ്ങനെ വെറുമൊരു ആശയത്തിൽ നിന്ന് ഒരു ശാസ്ത്രശാഖയായി മാറി എന്നതിൻ്റെ ഒരു ചിത്രം കിട്ടി. തത്വശാസ്ത്രം, ആദ്യകാല ചിന്തകൾ, പിന്നെ പരീക്ഷണങ്ങൾ, സിദ്ധാന്തങ്ങൾ, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നുവന്ന ഒരു യാത്ര. അതെ, ഓരോ ഘട്ടത്തിലെയും ചിന്തകളും കണ്ടെത്തലുകളും അടുത്തതിന് വഴിയൊരുക്കി. പഴയതിനെ ചോദ്യം ചെയ്തും പുതിയത് ചേർത്തും. അങ്ങനെയാണ് ഈ ഫീൽഡ് വളർന്നത്. ഇപ്പോ ഒരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ്? നമ്മളിന്ന് സംസാരിച്ച ഈ തിയറികളും കണ്ടെത്തലുകളുമൊക്കെ, ലെബോണിന്റെ ആൾക്കൂട്ടത്തെക്കുറിച്ചുള്ള ആശയം, ട്രിപ്ലറ്റും ഓൾപോർട്ടും പറഞ്ഞ സോഷ്യൽ ഫെസിലിറ്റേഷൻ, ഫെസ്റ്റിംഗറുടെ കോഗ്നിറ്റീവ് ഡിസോണൻസ്, ലെവിന്റെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇതൊക്കെ ഏകദേശം 100ഉം 70ഉം 50ഉം കൊല്ലമൊക്കെ പഴക്കമുള്ള കാര്യങ്ങളാണല്ലേ? ശരിയാണ്. ഈ പഴയ ആശയങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ലോകത്തെ, ഇന്നത്തെ സാമൂഹിക ജീവിതത്തെ മനസ്സിലാക്കാൻ എത്രത്തോളം കഴിയും? അതൊരു നല്ല ചോദ്യമാണ്.
കാരണം ലോകം ഒരുപാട് മാറിയല്ലോ. അതെ, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. നമ്മുടെ സാമൂഹിക ഇടപെടലുകൾ ഒരു വലിയ പങ്ക് നടക്കുന്നത് സ്ക്രീനിലാണ്. ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, വാട്സാപ്പ് കൂട്ടായ്മകൾ, ഓൺലൈൻ ഫോറങ്ങൾ, ഉം, ഇവിടെയൊക്കെ കാണുന്ന പെരുമാറ്റങ്ങളെ വിശദീകരിക്കാൻ 100 കൊല്ലം മുൻപത്തെ ലേബോണിന്റെ തിയറി മതിയോ, അല്ലെങ്കിൽ ഫെസ്റ്റിംഗറുടെ തിയറി മതിയോ, അതോ ഈ പുതിയ ലോകത്തിന് പുതിയ തിയറികൾ തന്നെ വേണോ? ഈ പഴയ അറിവ് ഇന്നത്തെ ഈ കോംപ്ലക്സ് ആയ സോഷ്യൽ റിയാലിറ്റിയെ മനസ്സിലാക്കാൻ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇതൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.